ഞാൻ സ്ട്രെയിറ്റ് നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത എന്താണ്? അഡ്വൈസ് പഠിപ്പിക്കുന്നതല്ലേ? ശരിയല്ലേ? ശരിയാണോ? പുതിയ ഹിന്ദി മലയാളമാണോ? ഹിന്ദി മലയാളമാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. സിനിമ കാണാൻ ഇഷ്ടമാണോ? കാർട്ടൂൺ കാണാൻ, റീൽസ് കാണാൻ? നമ്മളിന്ന് 3 വാക്യം നിങ്ങളെ കാണിക്കും. ഓക്കെ, ബാക്കി കാണിക്കുമ്പോൾ അത് നോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കാണാൻ പഠിക്കും. മനസ്സിൽ ചെറിയ വേഴ്സാണ്. ഓക്കെ, ട്രൈ ചെയ്യുക. അതിനെ കണക്ട് ചെയ്ത് 3 വീഡിയോ കാണിക്കും. ഏത് വാക്യമാണ് ഏത് വീഡിയോയുമായി കണക്റ്റഡ് എന്ന് പറയാം. പറയുന്നവർക്ക് എന്തുണ്ട്? സ്വീറ്റ് ഉണ്ട്. പറയുന്ന ഗ്രൂപ്പിന് എന്തുണ്ട്? പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് സമയമുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ, സമയമുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് വിഷയത്തിലേക്ക് പോകാം. ഓക്കെ, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. വാക്യം 1. അടുത്തത്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്ന യുവാക്കളായി നോക്കുകയാണ്. മാത്യു 5:14, മത്തായി 5:14. നമ്മൾ രണ്ടാമത്തെ വാക്യമാണ് കണ്ടത്. ഓക്കെ, അടുത്തത്, എല്ലാം സ്നേഹത്തോടെ ചെയ്യുക. ഓക്കെ, എല്ലാം സ്നേഹത്തോടെ ചെയ്യുക. ഡു എവരിതിങ് ഇൻ ലവ്. ഡു എവരിതിങ് ഇൻ ലവ്. നമ്മൾ 3 വാക്യം ആദ്യത്തെ ഫേസ് കഴിഞ്ഞു. ഇനിയും നമ്മൾ ഫേസ് 2ലേക്ക് പോവാം. 3 വീഡിയോസ് നിങ്ങളെ കാണിക്കും. ഇത് കാണിക്കുമ്പോൾ വീഡിയോയ്ക്ക് അകത്തു നിന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഈ വീഡിയോ ഡയറക്റ്റ് ബൈബിളുമായി ഒരു ബന്ധവുമില്ലാത്ത അങ്ങനത്തെ ഒരു കണക്ട് വീഡിയോസ് അല്ല. ഓക്കെ, ഈ വീഡിയോയ്ക്ക് അകത്തു നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്ന ആളിനും ഗ്രൂപ്പിലും പോയി ഓരോ വീഡിയോയ്ക്കകത്ത് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ച് കഴിയുമ്പോൾ നമ്മൾ 3 വാക്യം കണ്ടു, 3 വീഡിയോ കണ്ടു. അതിനുശേഷം ഏത് വാക്യം ഏത് വീഡിയോയുമായി കണക്ട് ആണെന്ന് പറയണം. ഓക്കെ, ഇതേ ഉള്ളത് ധ്യാനം. റെഡിയാണല്ലോ? തുടങ്ങാം. വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഒന്ന് കഴിഞ്ഞു. ഈ വീഡിയോയ്ക്കകത്ത് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ആര് പറയും ഏത് ഗ്രൂപ്പ് മാർക്ക് വാങ്ങി? ഓക്കെ, നോട്ട് ചെയ്യാൻ നോട്ട് ചെയ്യോ മാഡം? ഓക്കെ, ഈ വീഡിയോയ്ക്കകത്ത് വേണ്ട ആദ്യം കൈ നോക്കോ. ഈ വീഡിയോയ്ക്കകത്ത് 5 ബോക്സില് കുറെ ഐറ്റങ്ങൾ അവസാനം വരുന്നുണ്ട്. അതിൽ ക്യാരറ്റ് വെച്ചത് ഒരു പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? പെൺകുട്ടിയാണ്. ഈ 3 ഗ്രൂപ്പിൽ 5 മാർക്ക് വെച്ചു. ഇനിയും ശ്രദ്ധിക്കാം. ഈ വീഡിയോ ഏത് വാക്യമായി റിലേറ്റഡ് ആണെന്ന് പറയാൻ ഇപ്പോഴല്ല, അവസാനം വീഡിയോ നമ്പർ 2.
เขาจะได้อะไร ถ้าเขาทำแบบนี้ทุกวัน เพิ่งจะมา เขาจะไม่ได้อะไรเลย ไม่ได้รวยขึ้น ไม่ได้ออกทีวี ไม่มีใครรู้จัก ไม่ได้มีชื่อเสียงที่มากขึ้น เพราะสิ่งที่เขาได้ คือได้แค่ความรู้สึก ได้เห็นความสุข ได้เข้าใจ ได้ความรัก ได้ในสิ่งที่เงินซื้อไม่ได้ ได้โลกที่สวยงามกว่าเดิม ในชีวิตคุณ อะไรคือสิ่งที่คุณต้องการมากที่สุด ไทยประกันชีวิตเชื่อในความดี കഴിഞ്ഞ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, പ്രോമിസ്. അത് കീപ്പ് ചെയ്യുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചോ? ഞാൻ രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിരുന്നു. ഒന്ന്, നിങ്ങൾ ആൻസർ പറഞ്ഞാൽ ഞാൻ ഒരു സാധനം തരുമെന്ന് പറഞ്ഞിരുന്നു. ചോദിച്ചോ? ഞാൻ പറഞ്ഞതല്ലേ മാറ്റില്ല. ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ആൻസർ തരുമ്പോൾ ആരാണ് നിങ്ങളുടെ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്ത് വരുന്നത് വെച്ചാൽ ആദ്യം ഇവിടെ വരുന്നവരായിരിക്കും നമ്പർ 1. ഓക്കെ, റെഡിയാണോ? വോട്ടർസ് റെഡിയാണോ? ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ വീഡിയോയിൽ ഒട്ടും സമ്പന്നനല്ലാത്ത ഒരു പാവം പിടിച്ച പയ്യൻ അല്ലേ സ്പ്രെഡ് ചെയ്യുന്ന ഇമോഷൻ എന്താണ്? കൈൻഡ്നസ്, ഹാപ്പിനെസ്, ലവ്, ഗുഡ്നസ്. നിങ്ങൾ പറഞ്ഞ എല്ലാ ആൻസറും കറക്റ്റാണ്. ഓക്കെ, വീഡിയോ നമ്പർ 3. 3 വാക്യങ്ങൾ വന്നിരുന്നു, 3 വീഡിയോസ് ഇവിടെ കാണിച്ചിരുന്നു. 3 വാക്യങ്ങളും ഏത് വീഡിയോയുമായി കണക്റ്റഡ് ആണ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ ധ്യാനത്തിന്റെ സബ്ജക്ട്. റൈറ്റ്? വീഡിയോ നമ്പർ 3. सर आपके लिए उस पार कार का इंतजाम किया है सर. सर आइए सर. ए चल चल क्या बात करता है? क्या ऊपर से जाएगा? क्या ऊपर से? जा जा. गया मीचो. I hate this country. कुछ करो ना. मैं वहां जाके क्या उखाड़ लूंगा? कैसी
जाने बूंदे आई, जाने कैसा दर्द लाई, सामने क्या है ये तेरे, क्यों रुका है तू बता रे हो। कौन तुझको पार लेगा, कौन होगा वो मसीहा, वो जिसे तू ढूंढता है, वो ही है तू, तू वही है। तुझ में तेरा रास्ता है, तुझ में तेरा है सहारा, तू ही तुझको पार लेगा, तू ही है तेरा किनारा। तुझ में तेरा रास्ता है, तुझ में तेरा है सहारा, तू ही तुझको पार लेगा, तू ही है तेरा किनारा। जिसे ढूंढता है तू ही रे, तू ही रे, तू ही रे तेरा मसीहा हो। മൂന്ന് വീഡിയോ കഴിഞ്ഞു, 3 വാക്യങ്ങൾ കഴിഞ്ഞു. ഈ വീഡിയോയുടെ ചോദ്യം ഓക്കെ, മുമ്പേ പറഞ്ഞതുപോലെ ആദ്യം ആരാണ് എൻ്റെ അടുത്ത് ആൻസർ പറയുന്നത് എന്നുള്ളതാണ്. ഈ വീഡിയോയിലെ ഹീറോ ആരായിരുന്നു? ആരായിരുന്നു? ചെറുക്കൻ ബോയ്. ഈ ബോയിയെ ആദ്യം ഹെൽപ്പ് ചെയ്തത് ആര്? അവന്റെ ഫ്രണ്ട്സ്, ഒരാൾ, അവിടെ നിന്ന കൊച്ചുകുട്ടികൾ, അവിടെ നിന്ന് സ്ട്രീറ്റ് ബോയ്സ്, സ്ട്രീറ്റ് ബോയ്സ്, ചെറുക്കന്മാർ, പയ്യന്മാർ എന്ന് പറഞ്ഞ ആരൊക്കെയാണ്? അവർക്കാണ് മാർക്ക്. ഏത് ഗ്രൂപ്പാണെന്ന് അറിയില്ല, മാർക്ക് 5-5 വെച്ച് കൊടുത്തു. ഞാൻ ആദ്യം നിങ്ങളെ 3 വാക്യങ്ങൾ കാണിച്ചു, പിന്നീട് ഞാൻ നിങ്ങളെ 3 വീഡിയോ കാണിച്ചു. ഇനിയുമാണ് ഈ 3 വാക്യങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഏതാണ്. അതിനുശേഷം ഈ 3 വീഡിയോസിൽ നിന്ന് ഇന്നത്തെ ചിന്താവിഷയം എന്താണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. നമ്മളെ ശ്രദ്ധിച്ച് എല്ലാ ദിവസങ്ങളിലും ലീഡേഴ്സ് അല്ലേ വരുന്നത്. ലീഡർക്ക് നിങ്ങളുടെ ഗ്രൂപ്പുമായി ഡിസ്കസ് ചെയ്യാൻ 1 മിനിറ്റ് തരും. അതിൽ ഒരാൾ വന്ന് ആൻസർ പറയണം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡേഴ്സിന്റെ ഗ്രൂപ്പിൽ തീരുമാനിക്കാം ഒരാൾ ആൻസർ. ആരാണ്? പെട്ടെന്ന് റെഡി? 10, 9, 8, 7, 6, 5, 4, 3. എനിക്ക് ലീഡേഴ്സിനെ ആവശ്യമില്ല. നിങ്ങളുടെ ലീഡർ ആണെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരാളെ ആൻസർ പറയാൻ നിങ്ങൾ പ്രാപ്തനാക്കണം. റെഡിയല്ല? നോ. 4 ടീം അല്ലേ ടീച്ചറെ? 4 ടീമിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ നിങ്ങളുടെ ലീഡേഴ്സ് വന്നിരിക്കുന്ന ലീഡേഴ്സ് പറയുന്ന ആൻസർ ശരിയാണോ ചെക്ക് ചെയ്തോണം. ഓക്കെ, ആരും അനങ്ങാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. കാരണം എന്താണ്? പോയിട്ടുണ്ട്. ഓക്കെ, വാക്യം 1 വീഡിയോയുടെ നമ്പർ ഏതാണ്? വാക്യം 1 എന്തുവായിരുന്നു? 2 എന്തുവായിരുന്നു പറഞ്ഞേ? സുവിശേഷത്തെ പ്രവർത്തി ചെയ്യുക. ബി ഇവാഞ്ചലിസ്റ്റ് അല്ലേ? രണ്ടാമത്തെ വീഡിയോ, മൂന്നാമത്തെ വീഡിയോ, ഒന്നാമത്തെ വീഡിയോ. മോൻ എന്തുകൊണ്ടാണ് 1ാമത്തെ വാക്യം 1ാമത്തെ വീഡിയോയുമായി കണക്ട് ചെയ്യുന്നത്?
സഹായിക്കാൻ കഴിയും. അതായത് ഒന്നാമത്തെ വാക്യത്താണ് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, അത് കണക്റ്റാണ് ഇപ്പോൾ വീഡിയോ കാണാം. ശരി. വീഡിയോ 3 തോമസ് ഇന്ത്യയിൽ വന്നപ്പോൾ ഇത്രയും ക്രിസ്ത്യാനികളാക്കിയിട്ട് ദൈവത്തെ വിശ്വസിക്കുന്നില്ല. വീഡിയോ 3 ഒരാൾ മാത്രമാണ് ആദ്യം ലഭിച്ചത്. ആ ആളാണ് ഇത്രയും പേർക്ക് ഇൻസ്പയർ ചെയ്തത്. അങ്ങനെ മാറ്റി ആൻസർ ഞാൻ പറയാം. സെക്കൻഡ് വേടുക, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു. വീഡിയോ ഏതാണ്? വീഡിയോ എന്തുകൊണ്ട് അയാളുടെ ചെയ്യുന്ന പ്രവർത്തിക്കെല്ലാം അയാളുകളാണ് he became the light for the world around him. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശം ആകുന്നു. പ്രകാശത്തിന്റെ പ്രത്യേകത എന്താണ്? ലൈറ്റ് കത്തിച്ചാൽ ആർക്കാണ് ഗുണം? ആർക്കാണ് ഗുണം? നിങ്ങൾ കണ്ട വീഡിയോ ആർക്കാണ് ഗുണം? മനസ്സിലായ ആൻസർ കിട്ടി. മൂന്നാമത്തെ വാക്യം എല്ലാം സ്നേഹത്തോടെ ചെയ്യും. എല്ലാം സ്നേഹത്തോടെ ചെയ്യും. He did everything in love. ഈ മൂന്ന് വീഡിയോയിൽ ഞാൻ ആദ്യം പറഞ്ഞത് മൂന്ന് വീഡിയോ ഇന്നത്തെ ചിന്താ വിഷയമാണ്. എങ്കിൽ ഇന്നത്തെ ധ്യാനത്തിന്റെ സബ്ജക്ട് What is right and wrong? യേശുനാഥൻ ആരാണെന്ന് അറിയാമോ? ഈ ലോകത്ത് വന്നിട്ടാണ് എന്തിനാണ് വന്നത്? യേശുനാഥൻ ലോകത്ത് വന്നത് ഈ മൂന്ന് വാക്യങ്ങളിലുണ്ട് അല്ലേ? ഇവാഞ്ചലിസ്റ്റ് ആകാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് മൂന്ന് വീഡിയോസ് നിങ്ങൾ കണ്ടത്. ഓക്കെ, അതായത് വാക്കുകളേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് എന്ത്? ആക്ഷൻ. മൂന്ന് വീഡിയോ അതിന്റെ കണ്ടത് റൈറ്റ് ആണല്ലോ? ഓക്കെ, ഇതാണ് ആക്ച്വലി ഇന്നത്തെ ചിന്താ വിഷയം. ഓക്കെ, ചിന്താ വിഷയം കഴിഞ്ഞല്ലോ. ഇനി ഈ മൂന്ന് വീഡിയോയിൽ നിന്നും നിങ്ങളുടെ ചെറിയ ഓർമ്മ തൊട്ട് ഈ വയസ്സ് വരെ നിങ്ങൾ മനസ്സിൽ കരുതിയ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രവൃത്തി എന്താണ് എന്ന് പറയാം. എങ്ങനെയാണ് നമ്മുടെ കർത്താവ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ആക്ഷനായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഇതിനകത്തൊക്കെ അച്ഛൻ നമുക്ക് കുർബാനയ്ക്കകത്ത് പ്രസംഗിക്കുന്നില്ലേ? അതെന്താണ് പ്രസംഗിക്കുന്നത്? എന്താണ്? വേഴ്സാണ്. ഓക്കെ, വേഴ്സിനെ പ്രവൃത്തിയാക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്? പ്രവൃത്തിയാക്കുമ്പോഴാണ്
നമ്മൾ എന്തിനാണോ ഉദ്ദേശിച്ചത് ആ ഒബ്ജക്റ്റീവ്സ് നടക്കുന്നത്. ശരിയല്ലേ? കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താണ്? കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗ്ഗസ്ഥനായ പിതാവേ, കർത്താവ് സ്പ്രെഡ് ചെയ്ത ഇമോഷൻ എന്താണ്? ലോകത്ത് നമ്മുടെ കർത്താവ് സ്പ്രെഡ് ചെയ്ത ഒരേ ഒരു ഇമോഷനെ കൊടുക്കുന്നതാണ് ലവ്, അല്ലേ? അതാണ് കണക്റ്റഡ് വരുന്ന എല്ലാം, അല്ലേ? നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാര് ശ്രദ്ധിക്കണം, മോളെ ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാര്, ഫ്രണ്ട്സ്, നിങ്ങളുടെ പേരൻസ്, നിങ്ങളുടെ സിബ്ലിങ്സ്, നിങ്ങളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, നിങ്ങളുടെ പിന്നെ സൊസൈറ്റീസ്, ഓക്കെ, അവരിലേക്ക് നിങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമോഷൻ, ഒരു ഇമോഷൻ പറയുക. റെപ്രസെന്റിംഗ് ഫ്രം എനി സ്നേഹമാണ് ഇമോഷൻ ബേസ് ആണ്. നിങ്ങൾ സ്നേഹം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആക്ഷനിലേക്ക് സഹായിക്കുന്നതിലൂടെ സ്നേഹം. മറ്റുള്ളവരാണ് നമ്മുടെ പാരൻസ്, സിബ്ലിങ്സ്, നമ്മുടെ സൊസൈറ്റിയിലൊക്കെ അവർക്ക് ആവശ്യമുണ്ട്. അമ്മ പാത്രം കഴിക്കൊണ്ടാണോ? ചിലപ്പോഴുണ്ട്. കഴിച്ച ഉണ്ട്. ചിലപ്പോഴാണോ? ചിലപ്പോഴും സഹായിക്കാം. ഉണ്ട്. സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുക. അതിപ്പോ നമ്മള് സൊസൈറ്റിയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അത് കണ്ടുപിടിക്കുന്നത് നമുക്ക് വലിയ കഷ്ടപ്പാടല്ല. അതെല്ലാവർക്കും ഒരു ആവശ്യം നമ്മുടെ എങ്ങനെയും കാണും. നമ്മളിപ്പം നമ്മുടെ ഇപ്പോൾ ഒരു കാര്യം കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് പുറത്തൊരാളെ നോക്കുമ്പോൾ അത് അയാൾക്ക് ആവശ്യമുണ്ടോ എന്ന് അയാളെ നമുക്ക് ഒരു ജസ്റ്റ് ലുക്കിൽ തന്നെ നമുക്കത് മനസ്സിലാവും. സർവീസ് നമ്മുടെ പേരൻസിനെ നമ്മുടെ മനസ്സിലാക്കി എഡ്യൂക്കേഷൻ നമ്മുടെ ഈ നിലയിലാക്കി അവർക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അതേ സർവീസ് നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ പഠിക്കുന്നതും നമ്മൾ കേൾക്കുന്നതുമായ എല്ലാ വാക്കുകളും നിങ്ങൾ പ്രവൃത്തിയിലേക്ക് എത്തിയാൽ മാത്രമേ നിങ്ങൾ ഇവാഞ്ചലിസ്റ്റ് ആവും. ഇവാഞ്ചലിസ്റ്റ് പറഞ്ഞാൽ ആരാണ്? സുവിശേഷകനാകും. ഓക്കെ, സുവിശേഷകനാകാൻ പ്രസംഗിച്ച് നടക്കണമെന്നില്ല എന്നാണ് ഇന്നത്തെ ധ്യാനത്തിൽ നമ്മൾ കണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? എല്ലാ ഗ്രൂപ്പിലും പോയിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ചോദിച്ച ഓരോ ചോദ്യത്തിലും 5 വെച്ചിട്ട് ഇത് ചെയ്യണം. എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ അത്രയും ഗിഫ്റ്റുകൾ അവർക്ക് കൊടുക്കണം. ഒരു വീഡിയോ ഇവിടെ കാണിക്കും. ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ മുട്ടുകൊത്തി പ്രാർത്ഥിക്കും. ഓക്കെ ആണോ? ഒരു വീഡിയോ നമ്മൾ കാണും. ഈ 3 വീഡിയോയിലും 3 വാക്യങ്ങളിലും നിങ്ങൾ കണ്ട സുവിശേഷം, 3 വീഡിയോയിലും 3 വാക്യങ്ങളിലും നിങ്ങൾ കണ്ട സുവിശേഷം ഈ വീഡിയോയിൽ കാണാം. ഓക്കെ, അത് കണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ധ്യാനം തീരും. റെഡിയാണല്ലോ? Mẹ bồi à? Giờ ăn gì nè? Muối, cao lẩu. Trời, đây là gấp này nè.
You receive what you eat. You receive what you eat. You receive what you eat. You receive. നിങ്ങൾ കൊടുക്കുന്നത് മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ. അത് ചിരിയെങ്കിൽ ചിരി, തെറിയെങ്കിൽ തെറി. ഓക്കെ, അത് പ്രകൃതിയുടെ നിയമമാണ്. ഓക്കെ, പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളെ നല്ല കുട്ടികളാക്കണമേ. നമ്മുടെ ജീവിതം ഒരു സുവിശേഷമാകട്ടെ. സത്യം പറയാനും സ്നേഹത്തോടെ ജീവിക്കാനും ധൈര്യം തരണമേ. സുഹൃത്തുക്കൾക്ക് നല്ല മാതൃകയാകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ പോറ്റിപ്പുലർത്തുന്ന മാതാപിതാക്കളെ കാക്കണമേ. എപ്പോഴും നിന്നെ ഓർക്കുന്ന ഒരു ഹൃദയം തരയണമേ. ആമേൻ. താങ്ക് യു.